प्यारे बच्चों, सबको नमस्कार. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയതായി 10ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ ആരംഭിക്കുകയാണ്. ഹിന്ദി ആണ് ഇന്ന് നമ്മൾ എടുക്കുന്ന വിഷയം. ഹിന്ദി എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഹിന്ദി എളുപ്പമല്ലേ? ഹിന്ദി പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. 100 മാർക്ക് വരെ വാങ്ങിക്കാൻ കഴിയുന്ന വിഷയമാണ് ഹിന്ദി. A+ ഹിന്ദി പഠിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും ആർക്കും ഉണ്ടാകുന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ എന്ന്. അതൊക്കെ വളരെ ലളിതമായി, വളരെ സിമ്പിളായി നമുക്ക് പലപ്പോഴും പഠിക്കാൻ കഴിയും അല്ലേ? ഇതിൽ 1ാമത്തെ യൂണിറ്റാണ്. ഹിന്ദി ഭാഷയുടെ 1ാമത്തെ യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും പേനയും ബുക്കൊക്കെ എടുത്തിട്ടില്ലേ? ഒരു ബുക്കിൽ പറയുന്ന മീനിങ്ങുകളൊക്കെ നിങ്ങൾ എഴുതി വെക്കാമല്ലോ? എല്ലാവരും തയ്യാറല്ലേ? നമ്മൾ ക്ലാസ് ആരംഭിക്കാം. ഈ ബീർ ബഹൂട്ടി എന്ന പാഠം ഉത്തർപ്രദേശിലെ ഒരു പ്രദേശത്ത് നടക്കുന്ന ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു മഴക്കാലത്ത് മാത്രം കാണപ്പെടുന്ന, ഉത്തരേന്ത്യയിലാണ്, നമ്മുടെ കേരളത്തിൽ അത്ര മാത്രം കാണുന്നില്ല, ചുമല നിറമുള്ള സ്പോഞ്ച് പോലെ, പട്ടുപോലെ മനോഹരമായ ഒരു കീടമാണ് ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി കാണാൻ വളരെ രസകരമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും പടത്തിലൊക്കെ, ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണും അത്. അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ബീർ ബഹൂട്ടിയെക്കുറിച്ച് അറിയാൻ കഴിയും. നമ്മുടെ ഇന്നത്തെ കഥാപാത്രങ്ങൾ, ഈ പാഠത്തിലെ കഥാപാത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സാഹിൽ और बेला. സാഹിൽ और बेला दोनों സ്കൂൾ जाने की तैयारी में है. ഇതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാ? സാഹിലും ബേലയും. അവർ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ അവർ പതിവിലും നേരത്തെ, എന്നും സാധാരണ 9 മണിക്കാണ് സ്കൂളിലേക്ക് പുറപ്പെടുക. പക്ഷേ ഇന്ന് അവർ 8:30 ആയപ്പോഴേക്കും ബാഗൊക്കെ തൂക്കി ഇറങ്ങി സ്കൂളിലേക്ക് പോകാൻ. പോകുന്ന വഴിക്ക് ഒരു നെൽപ്പാടത്തിൻ്റെ സൈഡിലൂടെയാണ് അവർ പോകുന്നത്. പോകുന്ന വഴിക്ക് ചെറിയ കുറ്റിക്കാടുകളുണ്ട്. ആ കുറ്റിക്കാട്ടിൽ അവർ ബീർ ബഹൂട്ടി എന്ന एक बरसात में आने वाला एक छोटा लाल रंग वाला एक कीड़ है, उसे ढूंढने के लिए है. किसको ढूंढने का है? ബീർ ബഹൂട്ടി നാമക് एक बरसात में, बारिश में आने वाला, മഴക്കാലത്ത് മാത്രം എത്തുന്ന ഒരു ബീർ ബഹൂട്ടി എന്ന ഒരു കീടത്തെ അവർ അന്വേഷിക്കുകയാണ്. ആ കീടത്തെ അന്വേഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് സ്നേഹമാണ്. രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. दोनों 5वीं कक्षा में पढ़ते हैं. 5वीं कक्षा तक पढ़ाई, इसके बाद में दूसरा गांव में जाकर उसको बच्चों को पढ़ने के लिए जाना पड़ता है. अभी इसके बाद में कब जाएगा, किधर जाएगा और कहाँ जाएगा, इसको पता नहीं लग रहा है, क्योंकि फिर भी वो लोग अभी स्कूल में जा रहा है. अभी आप लोग सोचिए, इस ബീർ ബഹൂട്ടി नामक പാഠ में हम लोग को क्या क्या पढ़ना है. इसका പരീക്ഷ കേന്ദ്രിത്, പരീക്ഷയ്ക്ക് എന്തൊക്കെ വരുമെന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട്. അത് 1ാമത് ഡയറി, हिंदी में डायरी, पत्र, वार्तालाप, पटकथा. पटकथा नाम इसका क्या है? पटकथा, तिरकथा. हिंदी में भी तिरकथा है. और तिरकथा और इसके बाद में और प्रश्नोत्तर भी पढ़ाना चाहिए. इसके लिए सब तैयार हो जाना. और हम लोग आज एक विषय लेंगे. आप लोग पटकथा कैसे लिखे, पटकथा लिखने का सोपान क्या है, और इसके संबंध में आपका जानकारी देना मेरा लक्ष्य है. मैं चंद्रन आपके लिए हिंदी में कक्षा चलाना चाहता हूँ. बच्चों, एक पटकथा हम लोग किस प्रकार लिखेंगे और कैसे इसके संबंध में जानकारी मिलेंगे, वो आप लोग को मैं बताना चाहता हूँ. എങ്ങനെയാണ് ഒരു തിരക്കഥ എഴുതേണ്ടത്, പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒരു തിരക്കഥ നമുക്ക് എങ്ങനെ എഴുതാം എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. किसी प्रकार होगा. आप लोग जो चार्ट पर लिखा हुआ है देखिए. दृश्य या सीन पहले लिखना चाहिए. कस्बे से स्कूल जाने वाले बगल के खेत. कस्बे से स्कूल जाने वाले बगल के खेत. कस्बा, टाउन. कस्बा शब्द का अर्थ है टाउन. टाउन से मैं स्कूल जाने का रास्ता, स्कूल जाने वाले बगल के खेत. उसी समय एक खेत है. खेत बोलने से क्या है? खेत, वयल, कृषिइडम. और सवेरे 9 बजे, समय के संबंध में जानकारी मिलना चाहिए. സമയത്തെക്കുറിച്ച് നമുക്ക് തിരക്കഥാകൃത്തിന് ഒരു ബോധം ഉണ്ടാവണം. അപ്പോഴാണ് സംവിധായകന് ആ തിരക്കഥയെ ഒരു സിനിമയാക്കാനോ ഒരു ചിത്രമാക്കാനോ കഴിയുന്നത്. और सवेरे 9 बज गए हैं. 10 साल के बच्चे, उनको उम्र, इसका आयु, एज, इसका അവരുടെ പ്രായം എത്രയാ? 10 साल है. वो 5वीं कक्षा में पढ़ते हैं. वो दोनों साहिल और बेला
5वीं कक्षा में पढ़ते हैं तो രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് 10 साल के बच्चे बेला और साहिल खेत की मिट्टी के कुछ खोज उन लोग जाकर खेतों में का मिट्टी है मिट्टी में कुछ खोजता है कुछ अन्वेषण करता है മണ്ണിൽ അവരെന്തോ തിരയുന്നതായിട്ട് നമുക്ക് തോന്നും खेत में कुछ मिट्टी से कुछ खोज रहे हैं उनके पीठ पर इसका पीछे स्कूल में जाने वाला बैग है बस्ते है बस्ते शब्द का अर्थ है बैग स्कूल बैग है पुस्तक और बॉक्स सब भरा हुआ एक बैग उनके पीछे है और वेश से लगता है दोनों स्कूल जा रहा है उनके वेश उनके यूनिफॉर्म देखने से हमें मालूम पड़ता है वो स्कूल जाना है जाते हैं और इसका वेशम അവരുടെ വേഷം സ്കൂൾ യൂണിഫോമിലാണ് അവരെ കാണുമ്പോൾ തന്നെ അറിയാം സ്കൂളിൽ പോകുന്നതെന്ന് ഇതാണ് നമ്മുടെ ഇതിലെ ദൃശ്യം അല്ലെങ്കിൽ സീന് മനസ്സിലായല്ലോ എല്ലാവർക്കും ഒരു സീൻ ആദ്യം ഉണ്ടാവണം ഒരു തിരക്കഥ എഴുതുമ്പോൾ ആദ്യം ഒരു എന്തുണ്ടാവണം ഒരു സീൻ ഉണ്ടാവണം ഒരു സീനിൽ നിന്നാണ് നമ്മൾ ഇനി അടുത്തതായി ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഒരു സംഭാഷണം അല്ലെങ്കിൽ വാർത്താലാപ് ഹിന്ദി में वार्तालाप कहते हैं മലയാളം में സംഭാഷണം कहता है वो സംഭാഷണം എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് അടുത്ത് നോക്കാം ഇനി നമുക്ക് തിരക്കഥയുടെ അടുത്ത സോപാനമാണ് അടുത്ത സ്റ്റെപ്പാണ് अभी पटकथा का दूसरी सोपान है अभी संवाद संवाद बोलने से क्या है संवाद സംഭാഷണം ഒരു സംഭാഷണം എഴുതിയാണ് തിരക്കഥയിൽ അപ്പോൾ ये दो कथापात्र है दो पात्र है साहिल और बेला दोनों बात करते हैं वो बातचीत किस प्रकार होगा मैं आप लोगों को बताना चाहता हूँ देखिए साहिल बेला देखो इस बीर बहुटी का रंग तेरा लाल रिबन जैसा है बेला देखो बीर बहुटी का रंग शब्द का अर्थ है कलर निरम बीर बहुटी का रंग तेरा लाल रिबन इसमें सिर में बांधा हुआ रिबन का जैसे इसका रंग है लाल रंग का है और बेला दिखाओ तो दिखाओ तो ठीक ही कहा ना तुमने लाल रंग भी है स्कूल से घंटी बजने की आवाज़ सुनती है अभी जो तिरकथा में पटकथा में जो संवाद और वार्तालाप के बीच में इसका स्टेटमेंट होना ज़रूरत है वो स्टेटमेंट में बीच में यहाँ लिखा है स्कूल से घंटी बजने की आवाज़ आती है जो इससे അതിനെ സംവിധാനം ചെയ്യുന്ന ആൾക്ക് ഇതിൻ്റെ എന്താണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്രകാരം എഴുതുന്നത് और साहिल घबराकर घबराना ഭയപ്പെടുക പേടിക്കുക घबराना शब्द का अर्थ क्या है मलयालम में से പേടിക്കുക घबराकर तुमने कुछ सुना बेला तुमने कुछ सुना है बेला हाँ सुना पहली घंटी लग गई है घंटी शब्द का अर्थ है बेल स्कूल में फर्स्ट बेल अടിച്ചു पहली घंटी फर्स्ट बेल दूसरी घंटी बोलने से सेकंड बेल पहली घंटी लग गई है चलो देर हो जाएगी स्कूल में पहुंचने में हमें देर हो जाएगा സ്കൂളിലെത്താൻ देर शब्द का अर्थ है താമസിക്കുക വൈകുക സ്കൂളിലെത്താൻ വൈകും പെട്ടെന്നാവട്ടെ साहिल बेला रुक मुझे पेन में स्याही भरना है रुक जल्दी स्कूल में नहीं जाने का हम लोग को पेन ये है क्या है ये पेन है कलम है इंग्लिश में पेन कहते हैं अंग्रेजी में पेन कहते हैं लेकिन हिंदी में कलम कहते हैं इसको स्याही भरना है इसका अंदर में स्याही भरना है मशीन रखेंडुंड स्याही भरना है बेला समय बहुत हो गया साहिल बहुत समय हो गया अभी स्कूल में न जाने से प्रधान अध्यापक हम लोग को गाली देगा ठीक है साहिल जल्दी आएंगे ठीक है ये दृश्य अभी समाप्त हो गया है इसी प्रकार लिखने से समाप्त दृश्य का समाप्त भी लिखने से हमें पूरा 1 ग्रेड मिल सकता है ना सबके लिए धन्यवाद।